നാസ ഇപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് $3 മില്യൺ കിട്ടും. വെല്ലുവിളി മറ്റൊന്നുമല്ല, മനുഷ്യവിസർജ്യം റീസൈക്കിൾ ചെയ്യണം. നാസയുടെ അപ്പോളോ ദൗത്യങ്ങളിലെ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ ഉപേക്ഷിച്ച 96 ബാഗ് മനുഷ്യവിസർജ്യമടങ്ങിയ മാലിന്യം ഉപയോഗയോഗ്യമായ വസ്തുക്കളാക്കി മാറ്റുന്നതിനാണ് നാസ ഇപ്പോൾ വൻതുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് നാസ ഇത്തരമൊരു വാഗ്ദാനവുമായി എത്തിയത്. ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങളെ വെള്ളം, ഊർജം, വളം പോലുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികൾക്കോ സംഘത്തിനോ $3 മില്യൺ, അതായത് ഏകദേശം 26 കോടി രൂപയാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ലൂണാർ റീസൈക്കിൾ ചലഞ്ച് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ബഹിരാകാശത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ഒഴിവാക്കുന്നതിനായി ഒരു മാർഗം കണ്ടെത്താനായാണ് ഇതിലൂടെ നാസയുടെ ശ്രമം. പ്രപ്പോസലുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സാങ്കേതിക വിദ്യ ഭാവിയിലെ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കും. 1969-നും 1972-നും ഇടയിൽ അപ്പോളോ ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ 6 വിജയകരമായ ലാൻഡിംഗ് നടത്തിയിട്ടുണ്ട്. ബഹിരാകാശ വാഹനങ്ങളിൽ പരിമിതമായ സ്ഥല സൗകര്യം കാരണം ബഹിരാകാശ യാത്രികർ മനുഷ്യ മാലിന്യം പോലുള്ള വസ്തുക്കൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉപേക്ഷിച്ചാണ് അന്ന് മടങ്ങിയത്. ഇവർ ഉപേക്ഷിച്ച മനുഷ്യ മാലിന്യങ്ങൾ അരനൂറ്റാണ്ടിലേറെയായി ചന്ദ്രനിൽ നശിക്കാതെ കിടപ്പുണ്ട്. ലഭിച്ച പ്രപ്പോസലുകളുടെ ആദ്യഘട്ട പരിശോധനയിലാണ് ഇപ്പോൾ നാസ.